നമസ്തേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആരാധനയിൽ, വിശ്വാസത്തിൽ നാഗരുടെ പ്രാധാന്യം. നാഗർക്കിന്ന് ഒരുപാട് അമ്പലങ്ങളും കാവുകളുമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നാഗാരാധന എത്രത്തോളം ബലമാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്തെന്നും നമ്മളിൽ പലർക്കും അറിയില്ല. മിക്കവാറുമൊക്കെ വലിയ അമ്പലങ്ങളിലൊക്കെ നാഗർക്ക് പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. അവിടെ ആയില്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നടന്നു വരുന്നുണ്ട്. അതുപോലെ പ്രത്യേക കാവുകൾ, അതിനെ പരിരക്ഷിച്ചു വരുന്ന ചില സംഘടനകൾ, അത് പ്രകൃതിയുടെ ആവശ്യമാണെന്നും കാടുകൾ, കാവുകൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും അത് പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണെന്നും ബോധ്യമുള്ളതുകൊണ്ട് അങ്ങനെയും കുറേ പേര് അതിനെ സംരക്ഷിച്ചു വരുന്നു. നാഗർ ഏറ്റവും പ്രധാന ശക്തിയാണ്. കാരണം നമ്മൾ ജനിക്കുന്നത് തന്നെ സ്പേം നാഗരൂപത്തിലാണ്. DNA മോളിക്യൂളും നാഗരൂപത്തിലാണ്. നമ്മുടെ നെർവസ് സിസ്റ്റം നാഗരൂപത്തിലാണ്. നമ്മൾ ഗർഭാവസ്ഥയിൽ 89 ദിവസം നാഗരൂപത്തിലാണ്. അതിനുശേഷമാണ് കയ്യും കാലും ഒക്കെ വെച്ച് നമ്മൾ മനുഷ്യരൂപത്തിലോട്ട് മാറുന്നത്. അപ്പോൾ സൃഷ്ടിയിൽ നാഗർക്കുള്ള പ്രാധാന്യം ചെറുതല്ല, വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ നാഗരെ ഭയപ്പെടേണ്ടതില്ല, നാഗരെ ശല്യപ്പെടുത്തേണ്ടതില്ല. കാവുകൾ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാഗർ നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് പ്രകൃതിയുടെ വരദാനമാണ്. അപ്പോൾ സൃഷ്ടിയിൽ ഇത്രയും വലിയ ബലവത്തായ ഒരു ശക്തിയാണ് നാഗർ. ആ നാഗരെ നമ്മൾ എത്രത്തോളം ഭംഗിയായി കാവുകൾ നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നോ, പ്രാർത്ഥിക്കുന്നോ, അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നോ, അത് വളരെ ഗുണം ചെയ്യും. അപ്പം നാഗർ ഒരു ആരാധനാമൂർത്തിയാണ് നാഗർ. അപ്പോൾ അത്രയും നമ്മളൊന്ന് പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ശക്തിയാണത് നാഗർ. മറ്റ് നമ്മൾ ചിന്തിച്ചാൽ ഏത് ദേവനെ എടുത്ത് നോക്കിയാലും നാഗരുണ്ടാവും, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നാഗരുണ്ടാവും. അതെല്ലാ മതത്തിലും അതിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ലോകത്ത് ഹെൽത്തിൻ്റെ സിമ്പൽ നാഗരാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമാണ് നാഗരുടെ ചരിത്രവും നാഗരുടെ ആ ഒരു എന്താ പറയുക, അതിന് വാക്കുകളില്ല, അത്രത്തോളം പ്രാധാന്യമാണ്. ജീവൻ്റെ ഒരു അവസ്ഥയാണ് നാഗർ. അപ്പോൾ ജീവനാണ് നാഗർ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ശക്തിയാണ് നാഗർ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതികളിൽ നാഗരെ പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് വരുന്ന തലമുറയെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ കാവുകൾ മാറ്റിയെടുക്കേണ്ടത്, നാഗാരാധന മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാവുകൾ നാഗരുടെ സഞ്ചാര അവസ്ഥയിൽ വന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതൊക്കെ നിലനിന്ന് വരണമെങ്കിൽ അതിന് കാവുകളും കാടുകളും കുളങ്ങളും ഉണ്ടാകണം. അവയെ സംരക്ഷിക്കപ്പെടണം. എങ്കിലേ പ്രകൃതിക്ക് നല്ല രീതിയിൽ നമ്മളെയും സംരക്ഷിക്കാൻ പറ്റൂ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.